അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ, വിശിഷ്യ വിശ്വാസികൾ ജീവിതത്തിൽ വിസ്മരിച്ചു കൊണ്ടുപോകുന്ന കടമകളെ സംബന്ധിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചു വന്നത്. ഹജ്ജിൻ്റെ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹജ്ജിന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹജ്ജ് ചെയ്ത ആളുകൾക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ തവണ ഹജ്ജിന് പോകുന്ന ആളുകൾക്കും അവരെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഹജ്ജിൻ്റെ ആത്മാവിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹജ്ജിൻ്റെ ആത്മാവ് എന്താണ് എന്ന് തൊട്ടറിയാതെ വികലമായ ആചാര സമ്പ്രദായങ്ങളോടുകൂടി ഹജ്ജിന് പുറപ്പെടുന്ന ആളുകളുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ മക്ബറകളും കയറി ഇറങ്ങി അവിടെ നിന്നൊക്കെയുള്ള ബർക്കത്തുകളൊക്കെ നേടിയെടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം മുസ്ലിം കേരളത്തിൽ വ്യാപകമായി വരുന്നുണ്ട്. ദൈവസ്മരണയും സമസൃഷ്ടി സ്നേഹവും ത്യാഗവും പ്രതീക്ഷയും അതേപോലെ തന്നെ പാപമോചനവും, ഇതിനെല്ലാം പുറമെ സർവോപരി അള്ളാഹുവിനുള്ള സമർപ്പണവും ഒക്കെയാണ് ഹജ്ജിലടങ്ങിയിട്ടുള്ളത്. ഈ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഹജ്ജിൻ്റെ ആത്മാവിനെ തൊട്ടറിയണം. ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 28-ാമത്തെ വചനം വിശദീകരിക്കുന്നതിനടുത്ത് അള്ളാഹു പറയുന്നുണ്ട്, ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്. അവർക്ക് തന്നെയും പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുന്നതിനും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനും വേണ്ടിയാണ് എന്ന്. അപ്പോൾ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകാൻ ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ ആ ഒരു ഉപകാരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് തന്നെയും കേവലം ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാനും കഴിയേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ 27-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോടുള്ള കൽപ്പനയാണ്. വഅദ്ദിൻ ഫിന്നാസ്, വഅദ്ദിൻ, നീ വിളംബരം ചെയ്യുക, ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ, ബിൽ ഹജ്ജി, ഹജ്ജിനെ സംബന്ധിച്ച്,
യഅ്തൂക റിജാലൻ, യഅ്തൂക അവർ എത്തിക്കൊള്ളും നിന്നിലേക്ക്, റിജാലൻ കാൽനടയായിക്കൊണ്ട്, വഅലാ കുല്ലി ളാമിരിൻ എല്ലാം മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്തായിക്കൊണ്ടും, യഅ്തീന നിന്നിലേക്കെത്തും, ഫീ കുല്ലി ഫജ്ജിൻ അമീഖ് എല്ലാ മലമ്പാതകളും വിദൂരമായ വഴികളും താണ്ടിക്കൊണ്ട് അവരെല്ലാം നിന്നിലേക്ക് എത്തിച്ചേരും. ഇതാണ് ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥമെന്ന് പറയുന്നത്. രണ്ട് വിളംബരമാണ് ഹജ്ജിലുള്ളത്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ ഒരു വിളംബരമാണ് എങ്കിൽ, രണ്ടാമത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറ്റൊരു വിളംബരമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കത് ഇങ്ങനെ വായിക്കാം. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യര്, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. വഹജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. അപ്പോൾ നിർവഹിക്കാൻ പാങ്ങുവരുന്ന ആളുകൾ, ആരോഗ്യവും സാമ്പത്തിക ശേഷിയും യാത്രാ സൗകര്യങ്ങളുമൊക്കെ വരുന്ന ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. തീർത്ഥാടനം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും നമ്മൾ പരിചയിച്ചു വരുന്നതാണ്. ഓരോ മതത്തിനും സവിശേഷമായ തീർത്ഥാടനങ്ങളുണ്ട്. ആ തീർത്ഥാടനങ്ങളിൽ നിന്ന് നമ്മുടെ ഹജ്ജ് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ആ തീർത്ഥാടനങ്ങൾ പലപ്പോഴും പല പ്രതിഷ്ഠകളിലേക്കായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹങ്ങളിലേക്കായിരിക്കും, അതല്ലെങ്കിൽ മൺമറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും പുണ്യവാന്മാരുടെ സമാധി സ്ഥലങ്ങളിലേക്കായിരിക്കും. എന്നാൽ ഇസ്ലാമിലെ ഹജ്ജ് എന്ന് പറയുന്നത് അത് പടച്ചവരിലേക്കുള്ളതാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നത് ആ തൽബിയത്തിലൂടെ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവെ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. നിന്റെ പ്രവാചകന്മാരിലൂടെ നീ നടത്തിയിട്ടുള്ള ആ വിളംബരത്തിന് ഇതാ ഉത്തരമായി ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയലാണത്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്, തീർത്ഥാടനമാണ് ഇസ്ലാമിൻ്റെ തീർത്ഥാടനമായ ഹജ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരാളത് നിർവഹിച്ചില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയാം, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരാളത് നിർവഹിച്ചില്ല എങ്കിൽ, മല്ലം യംനഅഹു മിനൽ ഹജ്ജിൽ ഹജ്ജ ലാഹിറത്തൻ ഔ സുൽത്താനുൻ ജാഇറുൻ ഔ മർളുൻ ഹാബിസുൻ ഫമാത്ത ഫലം യഹുജ്ജ ഫൽയമുത് ഇൻശാഅ യഹൂദിയൻ ഔ നസ്രാനിയൻ. ഒരാൾക്ക് വ്യക്തമായ ഏതെങ്കിലും ആവശ്യമില്ലാതെ അക്രമിയായ രാജാവിൻ്റെ വിലക്കുകളോ രാജ്യത്തിൻ്റെതായ ഏതെങ്കിലും നിലക്കുള്ള വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ, അതല്ലെങ്കിൽ പ്രതിബന്ധമായ രോഗവുമില്ലാതെ ഒരാൾ ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, അയാൾ യഹൂദിയോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയിട്ട് മരിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പം അത്രയും ഗൗരവം ഇത് വന്ന അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഒത്തുവരുന്ന മനുഷ്യനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവരെന്താ പറയില്ല, ഹജ്ജിനൊന്നും സമയമായിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും സായാഹ്നത്തിൽ ഊർജസ്രോതസ്സൊക്കെ വറ്റി വരണ്ട് മനുഷ്യനൊരു മതപ്രായനാകുന്ന ഘട്ടത്തിൽ, ഒന്നിനും പറ്റാത്ത സന്ദർഭത്തിൽ ഇനിയൊരു ഹജ്ജൊക്കെ ആയി ഏതെങ്കിലും പള്ളിയുടെ മൂലയിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാം എന്നതാണ് ആഗ്രഹം. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ അത് തിരുത്തുകയാണ്. അങ്ങനെയൊന്നല്ല. ഇസ്ലാമിലെ ആരാധനകളിൽ ഏറ്റവും ശ്രമകരമായ ആരാധനയുള്ള ഒരു ഭാഗം ഹജ്ജിൻ്റേതാണ്. അതിനെ ആരോഗ്യം വേണം, ചെയ്യാനുള്ള ശേഷി ഉണ്ടാകണം. ഇതെല്ലാം അസ്തമിച്ച ശേഷം ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടെ ചെയ്തുകൊണ്ട് ഞാനും ഒരു ഹജ്ജ് ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് ഈ സൗകര്യങ്ങൾ വരുന്ന ആൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് അതിൻ്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഹജ്ജിന് പ്രത്യേകമായ വേഷമുണ്ട്. ഹജ്ജിൻ്റെ വേഷം വളരെ ലാളിത്യമാണ്. അതേപോലെ തന്നെ ഹജ്ജിന് നമ്മൾ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ. ആ കർമ്മങ്ങൾക്കിടയിൽ നമ്മൾ താമസിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മോട് ഓടാൻ പറയുന്നുണ്ട്, ചില സമയത്ത് നമ്മളോട് എറിയാൻ പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ മുടിയെടുക്കാൻ പറയുന്നുണ്ട്, ബലിയറക്കാൻ പറയുന്നുണ്ട്, വസ്ത്രം നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റിക്കൊള്ളാൻ പറയുന്നുണ്ട്, അത് അണിയണമെന്ന് പറയുന്നുണ്ട്. ചില വിലക്കുകളൊക്കെ കടന്നു വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഹജ്ജ് ഈ പറഞ്ഞതൊക്കെയാണ്. നാളിതുവരെ നമ്മൾ ചെയ്ത പലതും ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമുക്ക് നിഷിദ്ധമായി തീരുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കാം, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഇപ്പം ഞാൻ ഹജ്ജിലായപ്പോൾ ഇതൊക്കെ ഒരു വിലക്കായോ? ദുൽഹജ്ജ് 8 നമ്മൾ മിനയിൽ താമസിക്കുമ്പോൾ സമയഷ്ടമാതിരിയുണ്ട്, ഒരു പണിക്കും പോകേണ്ടതില്ല. പക്ഷെ നമസ്കാരങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് നമ്മൾ കസ്റായാണ് നിർവഹിക്കുന്നത്. ഒരാൾക്ക് തിരിച്ചു തോന്നുകയാണ്, ഇത്രയും സമയം ഇവിടെ ഉണ്ടല്ലോ, എന്തിനു ഞാൻ കസ്റാക്കണം? അത് അതിൻ്റെതായ രീതിയിൽ ആക്കിക്കൂടെ എന്ന് വിചാരിച്ചാലോ? അവിടെയാണ് ഈ ഹജ്ജിൻ്റെ ആത്മാവ് കുടിക്കൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിങ്ങൾ ശിരസ വഹിക്കുക എന്നതാണ്. നിങ്ങളൊരു കർമ്മത്തിൻ്റെ അടിമയാകലല്ല, അള്ളാഹുവിൻ്റെ അടിമയാകലാണ്. അള്ളാഹ് എന്തു പറയുന്നു അത് നിങ്ങൾ കേൾക്കുന്നു. 4 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിസ്കരിക്കുന്നു. അതേ നമസ്കാരം 2 പാടുള്ളൂ എന്ന് പറയുമ്പോഴോ 2 കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങളുടെ മനോഹരങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ അഴിച്ചു വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്, ലാളിത്യമാണ് അതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെയാണ് നിങ്ങളെ കഫൻ പുടവയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന വസ്ത്രത്തിൻ്റെ രീതിയും എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം നമ്മുടെ ഓരോ മനുഷ്യരുടെയും മനസ്സകങ്ങളിലേക്ക് കയറി വരാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ. അവിടെയൊക്കെ ഒരു മനുഷ്യന് തോന്നേണ്ടുന്നൊരു പ്രത്യേകമായ മാനസികാവസ്ഥ, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ അടിമയാണ് എന്നുള്ളതാണ്. ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇത് പറയാണ്, ലബ്ബൈക ലിഹജ്ജത ഹഖൻ തഅബ്ബുദൻ വരിഖാബ. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ അടിയായ്മയോടും ആരാധനയ്ക്കുമായി ഞാനിതാ വന്നിരിക്കുന്നു. ഇവിടെ 2 വാക്കുകളാണ് പറയുന്നത്. അടിയായ്മയ്ക്കായി, അല്ലാഹുവേ നിന്റെ അബ്ദാണ് ഞാൻ, നീ എന്താണോ കൽപ്പിക്കുന്നത് അതങ്ങനെ തന്നെ നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവനാണ് ഞാൻ. ആ ഒരു വിധേയത്വത്തോടു കൂടി കൃത്യമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ബോധമാണ് ഹാജിയെ നയിക്കേണ്ടതും ഭരിക്കേണ്ടതും. അങ്ങനെ ആകണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അതിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സുന്ദരമായ തൗഹീദാണ്. അതിൻ്റെ ഇസ്ലാമിൻ്റെ മൗലികമായ വിശ്വാസമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹജ്ജ് അള്ളാഹുവിലേക്കുള്ളതാണ്, പടച്ചവനെയാണ് നമ്മൾ അവിടെ പ്രഖ്യാപിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഹജ്ജിന്റെ തൽബിയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക മുൽക്ക്, ആധിപത്യവും അതേപോലെ തന്നെ സർവ്വ അനുഗ്രഹങ്ങളും നിനക്കുള്ളതാകുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരണമില്ല. ഇങ്ങനെ കഅബ കാണുന്നത് വരെയും ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ രൂഢമൂലമാക്കി ഉറപ്പിച്ചു നിർത്തുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ ഈ തൽബിയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. അതിങ്ങനെയായിരുന്നു, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക്. അവരങ്ങനെ പ്രഖ്യാപിക്കും. എന്നിട്ട് പറയും ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, എന്നാൽ ഒരു പങ്കുകാരനൊഴികെ. എന്താണ് ആ പങ്കുകാരൻ്റെ പ്രത്യേകത? ഹുവ ലക്ക തംലിക്കുഹു വമാ മലിക്, ആ പങ്കുകാരനെയും നീ ഉടമപ്പെടുത്തിയത് തന്നെയാണ്. ഒരു പങ്കുകാരനുണ്ട് എന്ന് പറയുകയും ആ പങ്കുകാരൻ്റെയും ഉടമ നീ തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് തൽബിയത്തിൽ പോലും അവർ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജിൽ കൃത്യമായി ഹുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചുകൊള്ളുക. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത്, എങ്ങനെയാണോ പ്രഖ്യാപിക്കുന്നത്, അതേ രീതിയിൽ നിങ്ങളത് പകർത്തിക്കൊള്ളാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് പറഞ്ഞിരുന്നു. അതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ ഏറ്റവും പ്രധാനമായൊരു കാര്യമെന്ന് പറയുന്നത് ഇഹ്റാമാണ്. പ്രാരംഭം എന്നാണ് ആ വാക്കിനർത്ഥം. നെയ്യത്ത്, നമ്മൾ തുടക്കം ഏതൊരു കർമ്മവും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ കർമ്മങ്ങളും നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും
അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമായിരിക്കും അവനുണ്ടാവുക. അതുകൊണ്ട് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. എന്തിൽ ഊന്നിക്കൊണ്ടാണ് നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എല്ലാ നെയ്യത്തുകളും മനസ്സിലുള്ള കർമ്മമാക്കി പരിമിതപ്പെടുത്തിയപ്പോൾ ഹജ്ജിൻ്റെ നെയ്യത്ത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ കൂടി പറഞ്ഞു. എന്തിനു വേണ്ടി? ഈ ഒരു ബോധ്യം വരുത്തൽ അവനോട് തന്നെയും ഉണ്ടാകണം. നിഷ്കളങ്കമായ കർമ്മങ്ങളാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുക. ആ അർത്ഥത്തിൽ നെയ്യത്തുകൾ നിഷ്കളങ്കമാകണം. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 2-ാമത്തെ വചനം, ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിനെ ആരാധിക്കുക, കീഴടക്കം അവനെ മാത്രമായി നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കുക. അതേ വചനത്തെ തൊട്ട് താഴെ അള്ളാഹു പറയുന്നു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ ഏതൊരു കർമ്മവും അല്ലെങ്കിൽ ഏതൊരു ആരാധനയും അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നിഷ്കളങ്കമായി നമ്മൾ ചെയ്യുന്ന മറ്റൊന്നും ഒരാൾക്കും അവകാശപ്പെട്ടതല്ല. ഈ ഒരു ബോധ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. ഈ തൽബിയത്ത് ചൊല്ലുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ മനസ്സിലുണ്ടാകേണ്ടത്? അദ്ദിൻ ഫിന്നാസ്, ജനങ്ങൾക്ക് നീ വിളംബരം നൽകുക എന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആ വിളംബരത്തിന് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആ ക്ഷണം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ലിയഷ്ഹദു മനാഫിഅഹും, അത് അവരുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ പലതിനും അവർ സാക്ഷിയാവുകയാണ്. ഈ ഇസ്ലാമിക സൊസൈറ്റിയിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്നൊരു ബോധമാണ് ഹാജിയെ നയിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, 2 തരത്തിലുള്ള ഒരുക്കം ഹജ്ജിന് വേണ്ടിയുണ്ട്. ഒന്ന് ഭൗതികമായിട്ടാണ്. അത് ഏതൊരു കാര്യത്തിനും പുറപ്പെടണമെങ്കിൽ ഭൗതികമായ ഒരുക്കമുണ്ടാകണം. ഇത്രയും പണം ചെലവഴിച്ച് ഇത്രയും നാള് തങ്ങളുടെ ഇടപാടുകളും കുടുംബവും ബന്ധുമിത്രാദികളെയും ഒക്കെയും വെടിഞ്ഞുകൊണ്ടുള്ളൊരു ദീർഘമായ യാത്രയും ഒക്കെ ആയതുകൊണ്ട് അതിന് അതിൻ്റേതായൊരു ഭൗതിക തലമുണ്ട്. ആ ഭൗതിക തലത്തിൽ പലപ്പോഴും നമ്മൾ വേണ്ട വിഭവങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. പക്ഷെ അപ്പോഴും അള്ളാഹു പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ പാഥേയം ഒരുക്കിക്കൊള്ളൂ. യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളെയാണ് നമ്മൾ പാഥേയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ഒരുക്കിക്കൊള്ളൂ. അതിന് മതം എതിരല്ല. പക്ഷേ ഒരുക്കുന്ന വിഭവങ്ങളിൽ വച്ച് ഏറ്റവും വൃത്തിയായത്, ഉത്തമമായത് സൂക്ഷ്മതയാണ് കേട്ടോ. എന്നിട്ട് ആ വചനം അവസാനിപ്പിക്കുന്നത് വത്തക്കൂനിയ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിമാന്മാരായ ബുദ്ധിശാലികളെ, നിങ്ങൾ എന്നെ നല്ലപോലെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ്. അപ്പം ആ സൂക്ഷ്മത ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വിവരിച്ച ശേഷവും അള്ളാഹു ഇത് പറയുന്നുണ്ട്, വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അറിയണം അള്ളാഹു വളരെ ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. എല്ലാ കർമ്മങ്ങളിലും ജീവിതത്തിലുമൊക്കെയും സൂക്ഷ്മത നിങ്ങൾ കൈവരിക്കണമെന്നതാണ്. ഹജ്ജ് കഴിഞ്ഞ് മടക്കയാത്രയെ സംബന്ധിച്ച് പറയുന്നിടത്ത് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഹാജി ചെയ്യുന്നത് മിനയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ട് ജംറകളിൽ അദ്ദേഹം കല്ലെറിയുകയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് വേണമെങ്കിൽ അവസാനിപ്പിച്ചു പോരാം. 11, 12 കൊണ്ട് അവസാനിപ്പിച്ച് 13 തന്നെയും തിരിച്ചു പോരാൻ കഴിയും. പക്ഷെ അത് പറഞ്ഞിടത്ത് അല്ലാഹു പറയാം, വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅലമു അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയായും നിങ്ങളെ നമ്മിലേക്കാണ് ഒരുമിച്ച് കൂട്ടാനിരിക്കുന്നത്. എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അപ്പൊ ജീവിതത്തിൽ ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഓർമ്മയും ബോധവുമാണ്, തഖ്വയാണ്. ആ ഒരു രീതിയിൽ ഹജ്ജിനെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ കർമ്മം അതിനു വേണ്ടിയുള്ളതാണ്. ആ ഒരു ബോധ്യം സ്വന്തത്തെ തന്നെ ആഴത്തിൽ ഓർമ്മപ്പെടുത്താൻ കഴിയണം. എൻ്റെ ജീവിതത്തെ വിമലീകരിക്കാൻ, ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കാനുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത്.
ഹജ്ജിന് പുറപ്പെടുന്ന ഓരോ ആളുകളും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ അതിഥികളാണ് നമ്മൾ. ആലോചിച്ച് നോക്കൂ, അതെന്തുമാത്രം ഒരു ആദരവാണ്. അള്ളാഹു അവൻ്റെ അതിഥികളായി വിശ്വാസികളെ ക്ഷണിക്കുന്നു. ആ ക്ഷണത്തിന് ഭാഗ്യം ലഭിച്ചവരാണ് അവിടെ എത്തിച്ചേരുന്നത്. 100 കോടിയിലധികം വരുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്ന്, 130 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് എത്ര ആൾക്കാരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത്, 10-30 ലക്ഷം ആളുകളാണ് പങ്കെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലൊരാളാവുക എന്നുള്ളത് ലോക മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളിൽ ഒരാളായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗർവല്ല ഉണ്ടാകേണ്ടത്, വിനയവും എളിമയുമാണ് ഉണ്ടാകേണ്ടത്. അത് ഹജ്ജിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത്, ഹജ്ജിൻ്റെ റുക്കനുകളിൽപ്പെട്ടൊരു കർമ്മം ത്വവാഫ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, കഅബയിൽ എത്തിച്ചേരുന്ന ഓരോ മനുഷ്യനും നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം കഅബയെ ത്വവാഫ് ചെയ്യുക എന്നതാണ്. ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് കഅബ എന്ന് പറയുന്ന ഒരു സമചതുരത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുകയാണ്. ആ ഒരു അർത്ഥത്തിൽ തൻ്റെ ത്വവാഫ് തുടങ്ങുന്ന പോയിന്റ് ഉണ്ട്, ഹജറുൽ അസ്വദിൻ്റെ മൂല. ആ ഒരു മൂല, ഒരു പോയിന്റിലേക്ക് മുസ്ലിം ലോകം ചുരുങ്ങി വരികയാണ്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഓരോരുത്തരും. എത്രയോ ആളുകൾക്ക് സാക്ഷിയായിട്ടുള്ള സ്ഥലമാണത്. ഈ ഹജറുൽ അസ്വദ് എത്രയോ ആളുകളെ കണ്ടിരിക്കും. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, നാളെ പരലോകത്ത് വരുമ്പോൾ ഹജറുൽ അസ്വദ് സംസാരിക്കും. അല്ലെ, ഖുർആനിലെ സൽസല എന്നുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസം ഭൂമി അതിൻ്റെ വൃത്താന്തങ്ങൾ വിളിച്ചു പറയുമെന്ന്. ആ പറയുന്നതിനേക്കാൾ സവിശേഷമായി ഹജറുൽ അസ്വദ് പറയും അവിടെ വന്നുപോയ ആളുകളെ സംബന്ധിച്ചൊക്കെ, അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ. അതിന് നമ്മൾ സാക്ഷികളാവുകയാണ്. ആ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് ലഭിക്കുകയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇമാം ഗസാലി അതിൻ്റെ സവിശേഷമായ പ്രാധാന്യത്തെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് ദീർഘമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, മുസ്ലിം സമുദായത്തിൻ്റെ തുടക്കം ഈ മത്താഫിൽ നിന്നാണ്. കഅബ പണിതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മത്താഫിൽ വച്ചുകൊണ്ടാണ്, കഅബ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലത്ത് വച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക്, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങിയിട്ടുള്ള ആളുകളാക്കി നീ സ്വീകരിക്കണമേ. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, അതേപോലെ തന്നെ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്നൊരു സമുദായത്തെ ഉണ്ടാക്കി തരണമേ എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ആ മത്താഫിൽ എത്തിച്ചേരുന്ന ഓരോ മനുഷ്യരും. എന്നാലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാനിതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതൊരു വല്ലാത്ത ജീവിതത്തിലൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊരു മാനസികമായൊരു വലിയ ചിന്തയിലേക്കും വിധാനത്തിലേക്കും ഒരു ഹാജിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ നിർത്തുകയല്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായും അതിന് ബന്ധമുണ്ട്. തൊട്ടടുത്ത വചനത്തിൽ പറയാം, റബ്ബനാ വബഅസ് ഫീഹിം റസൂല, അല്ലാഹുവേ സമുദായത്തിലേക്ക്, അവരിലേക്ക് നീ ദൂതനെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നതും അവിടെ വച്ചുകൊണ്ടാണ്. ഈ ഒരു ബോധം ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു എന്ന ബോധം ഒരു വിശ്വാസിയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾക്ക് പ്രേരണയാകുമെന്നാണ് പറയുന്നത്. ചരിത്ര അവശിഷ്ടങ്ങൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകൾക്ക് ഏറെ ഉപകാരമാണ്. ഇന്നലെ വരെ നമ്മൾ തിരിഞ്ഞു നിന്ന സ്ഥലത്ത് നമ്മൾ എത്തുകയാണ്. കഅബയെ നമ്മൾ കാണുകയാണ്. അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നമ്മൾ അറിയുകയാണ്. ആ സ്ഥലത്തിൻ്റെയൊക്കെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, പോരിശകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വചനം നോക്കൂ നിങ്ങൾ, ലിയഷ്ഹദു മനാഫിഅ ലഹും, അവർക്ക് ഉപകാരമുള്ള സംഗതികളിൽ അവർ ഹാജരാകാൻ വേണ്ടിയാണിത്. ഹജ്ജിന്റെ കർമ്മങ്ങളെ വിശദീകരിക്കുന്നിടത്ത് പറയാം അതിനവർ സാക്ഷിയാകണമെന്നത്. ഇനി ആ ത്വവാഫിനെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ, അതിൻ്റെ രീതിയും എണ്ണവും ഒക്കെയും
സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നാണ് ഇമാം ഗസാലി പറയുന്നത്. ബ്രഹ്മാണ്ഡ കടാഹങ്ങളിൽ ഗ്രഹങ്ങൾ തുടങ്ങി ചെറിയ വള്ളിച്ചെടികൾ വരെയും ഇടത്തോട്ടാണ് ചുറ്റുന്നത് എന്നാണ് അദ്ദേഹം ദർശിക്കുന്നത്. എല്ലാം ഇടത്തേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹാജിയും അവൻ്റെ തവാഫ് തുടങ്ങേണ്ടത് കഅബയെ ഇടത്തുഭാഗത്താക്കി ഇടത്തുവശത്തേക്കാണ് തിരിയുന്നത്. ഇത് പ്രകൃതിയുമായി വലിയൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകമായി 7 എന്ന അക്കത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 7 ആകാശങ്ങൾ, ആഴ്ചയിലെ ദിവസങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പ്രത്യേകമായി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നത് ശുദ്ധമായൊരു പ്രകൃതിയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. ഈ മതം എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ദീൻ എന്ന് പറയുന്നത്, ഓരോ മതവും പറയുന്നത് പ്രത്യേകമായ വിധിവിലക്കുകളാണ്. അപ്പൊ ദീൻ എന്ന് കേൾക്കുമ്പോൾ അതിൽ അനുവദനീയമായതും വിരോധിക്കപ്പെട്ടതും, അതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഒന്നാമതായി കടന്നു വരുന്ന ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇമേജിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മതം ശുദ്ധമായ പ്രകൃതിയാണ്. ഇതിൽ എന്തെങ്കിലും വിലക്കിയിട്ടുണ്ട് എങ്കിൽ അത് പ്രകൃതിക്ക് അനുകൂലമായ വിലക്കലാണ്. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് പ്രകൃതിയോട് ഏറ്റവും യോജിക്കുന്ന വിധത്തിലുമാണ്. ആ 2 നിലയിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം, സൂറ റൂമിലെ 30-ാമത്തെ വചനം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നിന്റെ മുഖത്തെ നീ റജുമാനസ്കനായി, വളവും വക്രതയും ഇല്ലാത്തവനായി, നേർക്ക് നേരെ നീ അള്ളാഹുവിലേക്ക് തിരിച്ചു നിർത്തുക എന്നതാണ്. എങ്ങനെയുള്ള തിരിച്ചു നിർത്തലാണ്? ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ, മനുഷ്യനെ ഏതൊരു ശുദ്ധമായ പ്രകൃതിയിലാണോ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രകൃതിയിലേക്ക് നീ തിരിഞ്ഞു നിൽക്കുക. അതാണ് നീ അനുവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഇതിൽ നിന്നെല്ലാം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരുപാട് മേഖലകളുണ്ട്. അത് തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എവിടെ അത്തരം കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെയും ജനങ്ങൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹജറുൽ അസ്വദിനെ കാണുന്ന ആളെന്ത് ചെയ്യും? അതും തൊട്ടി ദേഹത്ത് അയാളിങ്ങനെ തരുവുകയാണ്. അയാളുടെ നെഞ്ചുവേദന അതിലൂടെ മാറിപ്പോകണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. വേറൊരാൾ ആ കഅബ മൂടിയിട്ടുള്ള അതിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂല് പിഴുതെടുത്താൽ എൻ്റെ ഷോക്കേഴ്സിൽ ഇത് വയ്ക്കാൻ പറ്റുമോ? വരുന്ന ആളുകൾക്കൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ, ഇത് കഅബയുടെ നൂലാണ് കേട്ടോ എന്നൊക്കെ പറയാൻ. അങ്ങനെ പലതും പലതിലേക്കും വേണ്ടിയും പല രീതി എന്താണോ ആളുകൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെയും പോകാറുണ്ട്. ചില ആളുകൾ മടക്കയാത്രയിൽ കുറച്ച് മണ്ണ് വാരി കൊണ്ടുവരാറുണ്ട്. ഇത് മക്കയിലെ മണ്ണാണ്, ഹറമിലെ മണ്ണാണ് എന്ന രീതിയിലൊക്കെ. എന്നാൽ ഇതൊക്കെയും നിരാകരിക്കപ്പെടുകയാണ്. നമ്മൾ ആരിൽ നിന്നാണ് ഗുണം പ്രതീക്ഷിക്കേണ്ടത്? ഒരു വിശ്വാസി ഉറച്ചു നിർത്തേണ്ടതാണ്. ഹജ്ജിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഈ തിരുശേഷിപ്പുകളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്നൊരു ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹജറുൽ അസ്വദ് നമ്മുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരുശേഷിപ്പുകളിലൂടെ എന്തെങ്കിലും നേടിയെടുക്കാൻ നമുക്ക് കഴിയുമോ? ഒന്നുമില്ല. അതെല്ലാം നൽകേണ്ടവൻ അള്ളാഹു തന്നെയാണ്. ആ ഒരു വിചാരം പലപ്പോഴും തകിടം മറിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് ഇസ്ലാമിലും വിഗ്രഹമുണ്ടായിരുന്നു, വിഗ്രഹാരാധനയുടെ മതമായിരുന്നു ഈ ഇസ്ലാം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് അതില്ലാതെയായി പോയത്. എന്നിട്ടും അവരുടെ കഅബയിൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കറുത്ത കല്ലിപ്പോഴും ഉണ്ട്. ഈ കല്ലിനെ വണങ്ങിക്കൊണ്ടാണ് അവർ ആരാധന ചെയ്യുന്നത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം കഅബ തവാഫ് ചെയ്തു, ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു പ്രഖ്യാപനമുണ്ട്, വ ഇന്നി അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ലാണ് എന്നത്. നീ ഒരു കല്ലാണ് എന്നത് എനിക്കറിയാം. അദ്ദേഹം കല്ലിനോടാണ് സംസാരിക്കുന്നത്. നേർക്ക് നേരെ കല്ലിനോടാണ് എങ്കിലും തന്നെ കേൾക്കുന്ന, ഇനി വരാനിരിക്കുന്ന കൂടാനുകൂടി ജനങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ സംസാരം. അത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യതയെങ്കിലും നമുക്കുണ്ടാകണം. അദ്ദേഹം പറയുന്നുണ്ട്, വ അന്നക ലാ തദുറു വലാ തൻഫഉ, നിനക്കൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. എന്തിനോടാ പറയുന്നത്?
ഹജറുൽ അസ്വദിനൂടെ പറയുന്നത്. വലൗല അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ എൻ്റെ പ്രവാചകനെ കണ്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ, അബ്ബലക്ക, നിന്നെ അദ്ദേഹം ചുംബിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ, മാ കബ്ബൽതുക, ഞാൻ അതൊരിക്കലും ചെയ്യുമായിരുന്നില്ല, ഞാനത് ചുംബിക്കുമായിരുന്നില്ല. പ്രവാചകനെ കണ്ടു, പ്രവാചകനെ ഇത്തിബാ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാത്തിനെയും അള്ളാഹുവിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന, പടച്ചവനിൽ നിന്നാണ് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള വിശ്വാസത്തെ ഹജ്ജിലൂടെ ഉറപ്പിച്ചു നിർത്തുകയാണ്. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചവനായിക്കൊണ്ട് ഒരു ഹാജി ഹജ്ജിന് പോവുകയും മടങ്ങി വരികയൊക്കെ ചെയ്യുന്നത് ആ ഒരു വിധാനത്തിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിരോധിച്ചവയെല്ലാം ഒഴിവാക്കുക. പൂർണ്ണമായ വിധേയത്വം അള്ളാഹുവിനെ മാത്രമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ജീവിതത്തിലൂടെ. അതിന് ശേഷിക്കുന്ന ജീവിതം സാക്ഷിയാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച വിവരിക്കാവുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.